ഫേസ്ബുക്ക് വഴി സന്തോഷ് പണ്ഡിറ്റ് സാറിനെ കാണുകയും അങ്ങനെ സാറുമായി സംസാരിക്കുകയും ചെയ്തു. സാറ് എനിക്ക് ജീവിതമാർഗമായ ഒരു ഓട്ടോറിക്ഷ എനിക്ക് മേടിച്ച് തന്നു. അതുകൊണ്ട് എനിക്ക് വലിയ ഉപകാരവും വലിയ സന്തോഷമുണ്ട്. അതിൻ്റെ എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഞാൻ 1000 നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് നമ്മളെ വീടാണോ? എൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുക ഞാനിവിടെ. ഇത് വാടക വീടാണ്? വാടക വീടാണ്. നമസ്കാരം, ഞാൻ സന്തോഷ് പണ്ഡിറ്റാണ്. നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നീൻ്റെ അടുത്ത് വെള്ളപ്പാറ എന്ന സ്ഥലത്താണ്. ശശികുമാർജി നമ്മളോട് ഒരു ചെറിയൊരു കാര്യം ആവശ്യപ്പെടുകയും അപ്പോൾ നമുക്കൊരു ഓട്ടോറിക്ഷ കൊടുക്കാൻ പറ്റി. പുതിയത് വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സാമ്പത്തികം എനിക്കില്ലാത്തത് കൊണ്ടും പിന്നെ നമുക്ക് വർഷത്തിൽ ഒരു സിനിമയൊക്കെ ഉള്ളേ, അപ്പോൾ അതിനൊക്കെ കിട്ടുന്ന ഒരു ചെറിയ വരുമാനം എടുത്തിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിയുന്ന ആർക്കും പൈസയായിട്ട് കൊടുക്കാറില്ല, എന്തെങ്കിലും ജീവനോപാധി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. സന്തോഷ് പണ്ഡിറ്റ് സാറിൻ്റെ അടുത്ത് ഞാൻ കിട്ടുന്ന ഒരു വരുമാനം കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും, കൂടുതൽ ആളുകളെ ഹാപ്പി ആക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ. അതുകൊണ്ടാണ് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചു കൊടുക്കുന്നത്. കൂടുതൽ ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അടുത്ത ദിവസം കോഴിക്കോട് പോകുന്നു, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ചെയ്യും. കോഴിക്കോട് നിന്ന് ഇവിടെ വരെ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. യാത്രയിലൂടെ വരിക, നേരം വെളുത്തിട്ടാണ് വരുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അദ്ദേഹം ഒരുപാട് ചാരിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ജീവിതമാർഗമായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെയും ആട്ടിൻകുട്ടിയും തയ്യൽ മിഷൻ ഒരുപാട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 14 വർഷമായിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാനും നമ്മുടെ ഒരു സുഹൃത്തിന് കൊടുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് അദ്ദേഹത്തോട്. അതോടൊപ്പം എനിക്ക് പറയാനുണ്ട്, എത്രയും പെട്ടെന്ന് നമ്മളെ പേരിലേക്ക് അല്ലേ എത്രയും പെട്ടെന്ന് മാറ്റണം. നിങ്ങൾക്ക് ഓട്ടോ തന്ന ആൾക്ക് ഒരു പണി ഉണ്ടാവരുത്, രണ്ടുപേർക്കും അല്ലേ. നാളെ തന്ന ആള് എൻ്റെ പേരിൽ തന്നെ എപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷ് സാറേ, ഇങ്ങനെ ചെയ്യുന്നതിനൊക്കെ എനിക്കാണ് പണി കിട്ടുന്നതെന്ന് അയാളും പറയരുത്, നിങ്ങളും പറയരുത്. എനിക്ക് ഇതേവരെ എനിക്ക് മാറി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടു അല്ലേ. അതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ ഏറ്റവും ടെൻഷൻ തോന്നുന്നത് അല്ലേ, നമ്മൾ കൊടുത്തിട്ട് നാളെ അവർക്കൊരു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു സാധനം ചെയ്തിട്ട് രണ്ടുപേർക്കും അപ്പോൾ കൊണ്ട് അത് കഴിഞ്ഞ ഉടനെ എന്നെ വിളിച്ച് പറയണം, എൻ്റെ പേരിലായിട്ടുണ്ട് എന്ന് പറയുമ്പോഴേ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചെയ്തതിന് എനിക്കൊരു സന്തുഷ്ടി കിട്ടണമെങ്കിൽ അതാണ്. പിന്നെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? വീട്ടിലിപ്പോൾ ഭാര്യയുണ്ട്, മോളുണ്ട്. എന്ത് ചെയ്യുന്നു? മോള് കെട്ടിച്ചു വിട്ടാണ്. അപ്പോൾ ഇതുവരെ ശരിക്കും എങ്ങനെയാണ് ജീവിതം എങ്ങനെയാണ് പോയത്? ഇതുവരെ ജീവിതം സാധാരണ ജോലിക്കൊക്കെ പോകാൻ കൂലിയെല്ലാം പോയി, പിന്നെ കൂലിക്ക് ഓടിക്കാൻ പോയി. അതെ അല്ലേ, നടക്കുന്നില്ല. പിന്നെ പണിയായിരുന്നു, ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കിഡ്നിക്ക് ഒരു ഓപ്പറേഷൻ വന്നു. അയ്യോ. അത് കഴിഞ്ഞ് പിന്നെയും പണിക്ക് കയറാൻ തുടങ്ങി. ഇപ്പം നടുവിന് ഡിസ്കിന് തേയ്മാനവും അകലിച്ചയാണ്. ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഇതാണല്ലേ. ഇപ്പം വല്ലപ്പോഴും ജോലിയുള്ള ഭാര്യ ജോലിക്ക് പോകും. ആണല്ലേ. എന്ത് ചെയ്യുന്നവരെന്ത് ചെയ്യുന്നു? കൂലിപ്പണിക്കൊക്കെ പോകുന്നു. കൂലിപ്പണിക്ക് പോകും. അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. അന്നേരമാണ് ദൈവത്തിൻ്റെ രീതിയിൽ സാറിൻ്റെ ഇത് കാണാനും പറ്റിയതും സാറിന് ഇത് കിട്ടാനും സാറിന് തരാനും എല്ലാം പറ്റിയത് മാർഗമായത്. അതെ അതെ, ഒരു സന്തോഷമായി എനിക്ക്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് പേരുടെ നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ലിസ്റ്റുണ്ട്. പിന്നെ നമ്മൾ വെച്ചാൽ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അത് യൂസ് ചെയ്യണം, അങ്ങനെയുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഇതേപോലെ ഈ പശുക്കുട്ടി ഇങ്ങനത്തെ ആട്ടുകുട്ടീനെ കൊടുക്കുമ്പോൾ അവർക്ക് സാർ അത് സാധാരണക്കാരനെ കൊടുത്തിട്ട് കാര്യമില്ല. അത് നിങ്ങൾ പശുവിനെ ഉപയോഗിക്കുന്ന ആൾക്കല്ലേ കൊടുക്കാൻ പറ്റൂ. അല്ല അതുമല്ല, പശുവിനെ വളർത്തിയവർക്കേ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് ആ ഓട്ടോ ഓടിക്കുന്ന ഒരാൾക്കേ കൊടുക്കാൻ പറ്റും. അല്ല അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഓട്ടോ കൊടുത്തിട്ട് എന്ത് കാര്യമല്ല, അങ്ങനെയില്ല. അപ്പം അതുകൊണ്ട് പറയുന്നത് ഈ ഓട്ടോ മാക്സിമം യൂസ് ചെയ്യണം അല്ലേ. ഇനി എന്തെങ്കിലും ബാഹ്യമായിട്ട് അത് മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഉടനെ എന്നോടൊന്ന് പറയണം. കാരണം വെച്ചാൽ പലരും നമ്മളെപ്പോഴും നമ്മളെ മനസ്സിൽ വെക്കണം, എത്രയോ പേരുടെ ലിസ്റ്റിൽ നിന്നാണ് നമ്മളായിരുന്നില്ലേ എത്ര പേര് എന്നോട് തരുമോ എന്ന് ചോദിച്ചിട്ട് അതിൽ നിന്നാണ് ഞാൻ ബാഹ്യം എടുത്ത് തരും. പിന്നെ ഭാവിയിലും എന്തെങ്കിലും ഇതല്ലാത്ത എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കഴിവിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തു തരാം കേട്ടോ. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു സാധനം തന്ന് പോവല്ല ചെയ്യുന്നത്. ഓട്ടോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും പിന്നെ വെച്ചാൽ നിങ്ങളൊരു ഗുരുത്വത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ എല്ലാവിധ ആശംസയും നേരുന്നു. ഓക്കെ. വളരെയേറെ സന്തോഷമുണ്ട് ഈ ചടങ്ങിന് സാക്ഷിയാവാൻ കഴിഞ്ഞതിൽ. പ്രിയപ്പെട്ട സന്തോഷ് പണ്ഡിറ്റ്ജി ഇതുപോലെ ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ശശിയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പ്രിയപ്പെട്ട അനിലും അതുപോലെ തന്നെ ശ്രീമതി സുശീലയൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ ഫോളോ അപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാനും ഇങ്ങനെ ഇവർക്കൊരു സഹായം ചെയ്യാനും ഒക്കെ കഴിഞ്ഞു. അതൊരു വളരെ വലിയ ഒരു കാര്യമാണ്. ഉണ്ടായി അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഒരു വർഷം ചിലപ്പോൾ ഒരു സിനിമയൊക്കെയാണ്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഷെയർ ചെയ്ത് പലർക്കായിട്ട് അദ്ദേഹം കൊടുക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ആട്ടിൻകുട്ടി, കോഴികൾ അങ്ങനെയൊക്കെ കൊടുത്ത് നമ്മുടെ ഒരു ആൾക്കാരെ കൂടുതൽ എൻകറേജ് ചെയ്യുകയാണ്. അവർ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായി അനുഭവിക്കുന്ന ആൾക്കാരെ എൻകറേജ് ചെയ്ത് അവരെ കൂടുതൽ നല്ല
സുരക്ഷിതമായ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൽ. വളരെ നല്ല ഒരു വ്യക്തിത്വം. ഇത്തരം ചിന്താഗതിയുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് കൂടുതൽ സിനിമകൾ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ഇവിടെ പൊതുവേ തന്നെ ഞങ്ങൾ ഈ കടന്നു വരുന്ന വഴിക്ക് തന്നെ അദ്ദേഹം കാണുന്ന തന്നെ എല്ലാവർക്കും അദ്ദേഹത്തെ കാണുമ്പോൾ ആൾക്കാർക്കൊരു പ്രത്യേക സ്നേഹമാണ്. തീർച്ചയായും ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ നാട്ടിൽ വന്ന് ഈ കാര്യം ചെയ്ത അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഈ നാട്ടുകാരുടെയും ഈ ശശിയുടെ അടക്കമുള്ള കുടുംബത്തിൻ്റെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. വേണമെന്നുള്ള നിർബന്ധത്തിൽ ഇന്നലെ തന്നെ എത്തുകയും ഈ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്ത് റെഡിയാക്കി തരുകയും ചെയ്തു. അല്ല, ഇഷ്ടപ്പെട്ടൊരു ഓട്ടം കിട്ടുമ്പോൾ ചിലപ്പോൾ അല്ല വേറെ ആള് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന ഒരു വ്യക്തി അനുസരിച്ചുള്ള അയാൾക്ക് കൊടുത്താൽ മതി. ചിലപ്പോൾ അയാൾ കഷ്ടപ്പെട്ട ഒരു ഓട്ടം കണ്ടുപിടിച്ചിട്ട് ബാഗ് മിസ്സാണ്ടാച്ചിട്ട് എന്നോട് പറഞ്ഞു ഒരു ദിവസം കഴിഞ്ഞിട്ട് മതി പറഞ്ഞാണ്. അത് പറ്റത്തില്ല, ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് അദ്ദേഹം വരികയായിരുന്നു. വന്നിട്ട് വളരെ നമ്മളവിടെ എഡിറ്റിംഗ് ഇതൊക്കെ മാറ്റി വെച്ചിട്ടും സ്റ്റുഡിയോ എല്ലാം മാറ്റി വെച്ചിട്ടാണ് വേറെയുള്ള ജോലികൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. തികച്ചും അർഹതപ്പെട്ട ഒരാളിനെ കണ്ടുപിടിക്കാൻ പറ്റി. ഇതൊരു നിമിത്തമാണ്. അങ്ങനെ കോഴിക്കോട്ട് നിന്നൊരു കോള് വരാനും ഇങ്ങനൊരു ഫംഗ്ഷനിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചു തരുവാനും നമുക്കതിനകത്ത് സഹകരിച്ച് ഒരു വലിയ നല്ലൊരു ആത്മസംതൃപ്തി നേടുന്ന ഒരു വർക്കായി മാറ്റുവാനും കഴിയുന്നത് വളരെ താല്പര്യവും സന്തോഷവും ജനിപ്പിക്കുന്നതാണ്. ആ സന്തോഷത്തിൻ്റെ പേരിൽ സന്തോഷ് പണ്ഡിറ്റ്ജിയോട് ആത്മാർത്ഥമായ നന്ദി നായർ വെൽഫെയർ ഫൗണ്ടേഷൻ പറയുന്നു.